നാഗരാജാവേ നല്ല നാഗയച്ചിയമ്മ, നാഗരാജാവേ നല്ല നാഗയച്ചിയമ്മ, ആദിയാൽ വാഴുന്നതേ വെട്ടിച്ചോട്ടാണ്, പിന്നാലെ വാഴുന്നതേ മണ്ണാറശാല്. നാഗരാജാവേ നല്ല നാഗയച്ചിയമ്മ, നാഗരാജാവേ നല്ല നാഗയച്ചിയമ്മ, ആദിയാൽ വാഴുന്നതേ വെട്ടിച്ചോട്ടാണ്, പിന്നാലെ വാഴുന്നതേ മണ്ണാറ്. ആ അതെ അതെ ആ ഓക്കെ ഓക്കെ ഐ വിൽ കോൾ യു അഗെയിൻ. ഓക്കെ ചേട്ടാ, ഡൽഹിയിൽ നിന്ന് വൈസ് ചെയർമാൻ്റെ വിസിറ്റ് റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ നാളെ ഞാനുണ്ടാവുമോ എന്നാ പി എയുടെ ടെൻഷൻ. അമ്മ മരിച്ച് സഞ്ചാരം കഴിഞ്ഞതേ ഉള്ളൂ. മനസ്സുണ്ടായിട്ടല്ല, എന്നാലും നാളെയെങ്കിലും പോകാതെ പറ്റില്ല. മാർച്ച് 31 എത്തി. ചേട്ടനറിയാലോ ബാങ്കിലെ കാര്യങ്ങളൊക്കെ. ഞാനും മുള്ളിന്മേൽ എന്ന പോലെ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അച്ഛനെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട്. അതെ, അങ്ങോട്ട് ചെല്ലാൻ രണ്ടുപേരെയും അച്ഛൻ വിളിക്കുന്നു. അല്ല, ആർക്കും ഓഫീസിലും ബാങ്കിലൊന്നും പോകണമെന്നില്ലേ? മനസ്സിലായില്ലേ? വെളുപ്പിനെ പുറപ്പെട്ടോളൂ. നാളെ മുതൽ എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങണം, കേട്ടല്ലോ? ഡോക്ടറോടും കൂടിയാ. അപ്പോൾ അച്ഛൻ? ഞാനോ? ഓ, എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് വല്ലയിടത്തും പോകുന്ന കാര്യം നടപ്പുള്ളതാണോ?
അതൊന്നും ആദ്യം ആലോചിക്കാനില്ല അച്ഛാ. പ്രകാശേട്ടനും പത്മിനിക്കും ദീപും മോർണിംഗിലും ഉണ്ട്. എൻ്റെ വീട്ടിലാരാ ഒരു ഒച്ച അനക്കത്തിനുള്ളത്? അച്ഛനും ഞങ്ങളെ കൂടെ നിർത്തണമെന്നാ എൻ്റെയും ചേട്ടൻ്റെ ആഗ്രഹം. അമ്മണി ചേച്ചിയുടെ ഫ്ലാറ്റിനേക്കാളും അച്ഛന് സൗകര്യം ഞങ്ങളുടെ വീടായിരിക്കും. മാത്രമല്ല, അച്ഛന് വല്ല അരുതായികയും തോന്നുമ്പോൾ മരുന്ന് വേണമെങ്കിൽ കൊടുക്കാൻ ഞാനുണ്ടല്ലോ. അല്ലേ പ്രകാശേട്ടാ? അതെ. മക്കൾ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. സപ്തതിക്ക് ഇനി 4-5 മാസം കൂടെ കാണും. ഓർമ്മ വെച്ച കാലം മുതൽ മണ്ണി പണിയെടുക്കുന്നതാ. ഇതുവരെ ഒരു ജലദോഷത്തിന് പോലും മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടി മുട്ടി പൊക്കോളും. എന്നാലും പ്രായം കൂടി വരികയല്ലേ അച്ഛാ? എന്നാ ആര് പറഞ്ഞു? മനോബലം ഇല്ലാത്തവർക്കാ പ്രായം കൂടുന്നത്. തൊലി ചുളിയുന്നുണ്ട് ശരീരത്തിന് പ്രായം കൂടിയെന്ന് പറയാം. അതുകൊണ്ട് അവരുടെ മനസ്സിന് പ്രായം കൂടിയെന്ന് പറയാൻ ഒക്കുമോ മക്കളെ? പഠിപ്പുള്ളവരാ നിങ്ങൾ. ഞാൻ പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അച്ഛനിവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് നിങ്ങളുടെ ഭാവി കളയണ്ട. പറ്റുള്ളൂ. സുഭദ്രാമ കൂടെ ഇല്ലെന്ന് ഒഴിച്ചാൽ ഞാനിവിടെ ഒറ്റയ്ക്കല്ല. പശുക്കളും പണിക്കാരും ഒക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും സജീവമായിരിക്കും. എന്നാ ഞങ്ങള് പോയിട്ട് വാ മക്കളെ. അച്ഛനോട് മാത്രമായി യാത്ര ചോദിച്ചു പോണത് ഇതാദ്യമായിട്ടാ. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വേണ്ടി വരുമെന്ന് ആലോചിച്ചത് പോലും ഇല്ല. നേരാ. ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അച്ഛനധികവും പാടത്തോ പറമ്പിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ അമ്മ സ്വീകരിക്കാനും യാത്രയാക്കാനും ഒക്കെ എന്നും അമ്മയുണ്ടായിരുന്നല്ലോ. കാറ് ഗേറ്റ് കിടന്ന് മറിയോളം അമ്മ നോക്കി അങ്ങനെ നിൽക്കണത് ദാ കണ്ണിൽ കാണുന്നുണ്ട് പ്രകാശേട്ടാ. സാരമില്ല. ജീവനുള്ള എല്ലാത്തിനും മരണമുണ്ട്. എന്നും എല്ലാത്തിനും എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് മക്കളെ ഒരു പുതുമ? അമ്മ പോയി, അതൊരു സത്യം. എല്ലാവരും പോണം. ജീവിതം എന്ന അഴുക്ക് വസ്ത്രം അഴിച്ചു കളഞ്ഞിട്ട് ഒരിക്കലും എല്ലാവരും പോയേ തീരൂ. അത്രയൊക്കെ ഉള്ളൂ. ഇത്തിരി നേരത്തെ ചെന്നിരുന്നെങ്കിൽ എനിക്കെന്തെങ്കിലും കോടതി ചെല്ലാമായിരുന്നു. അതാ കാര്യം. സംസാരിച്ച സമയം കളയാതെ വേഗം ചെന്ന് ഓരോരുത്തർ ജോലി ചെയ്യാൻ നോക്ക്. പോട്ടെ അപ്പൂപ്പ. പോയിട്ട് വരട്ടെ അപ്പൂപ്പാന്ന് പറ മക്കളെ. പോയിട്ട് വരട്ടെ അപ്പൂപ്പ. അങ്ങനെ പറ. പോയി ഒരു കണക്കിന് ചില്ലറ ഫിലോസഫിയൊക്കെ പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് തള്ളിവിട്ടതാ. പോകാൻ മനസ്സ് കാണില്ല. അതേ, നിന്നെ കരുതി മക്കൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാൻ കൂടെ ചെല്ലണമെന്ന്. നമ്മുടെ മക്കളായോണ്ട് പറയല്ല, സ്നേഹമുള്ളവരാ. പ്രകാശൻ്റെ ഭാര്യ പത്മിനിക്കൊരു ഡോക്ടറാണെന്നുള്ള നാട്യമുണ്ടോ? അങ്ങനൊന്നും കാണില്ല. എന്നെ നിന്നെ മരുമോള് കാണുമ്പോഴല്ല, മകളെ കാണുമ്പോഴല്ലേ കാണുന്നേ. പിന്നെ നമ്മുടെ അമ്മിണി മോള്, കുട്ടികളില്ലാത്ത അവക്ക എന്നെ കിട്ടാൻ നിർബന്ധം. ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? അല്ല, അത് പിന്നെ അങ്ങനെയല്ലേ.
അവിടെ കെട്ടിയവൻ രത്നാകരൻ എൻ്റെ അനന്തരവനാണെന്നുള്ള അവകാശം കൂടെ ഉണ്ടല്ലോ. ഞാനെങ്ങും പോകുന്നില്ല. എല്ലാം വേണ്ടെന്ന് വെക്കാം. പക്ഷേ നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ സോദരമ്മേ? അത് ശരിയാവില്ല. അല്ലെങ്കിലും ഞാനിവിടെ തനിച്ചല്ലല്ലോ, അല്ലേ? ജീവിതം തുടങ്ങിയപ്പോൾ അനന്തമുള്ളയോടൊപ്പം സുഭദ്രാമ്മ ഉണ്ടായിരുന്നുള്ളൂ. അവസാനിക്കുമ്പോഴങ്ങനെ തന്നെ ആയിക്കോട്ടെ. അല്ല, ഇന്ന് കോടതിയിലൊന്നും പോണില്ലേ? അതോ നാട് നന്നാക്കി ഇറങ്ങുകയാണോ? പാർട്ടി മീറ്റിംഗ് ഉണ്ട്. എന്ത് വേണമെങ്കിലും അയക്കോ. വേഗം കുളിച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്ക്. ബാക്കിയുള്ളവർക്ക് ബാങ്കിൽ ചെന്നാ പിന്നെ തല ഉയർത്താൻ നേരം കാണില്ല. ആ നശിച്ച പെണ്ണിനെ കാണുന്നില്ലല്ലോ. ഇതാ മനപ്പുറത്തോ എന്ന് പറയുന്നത്. നീ പറഞ്ഞ് നാക്കെടുത്തില്ല, സരസ് വന്നു. ആ അമ്മണി ചേച്ചി അറിഞ്ഞോ? പ്രകാശ് സാറിന്റെ വീട്ടിൽ നിന്ന് കേട്ടതാ. എന്ത്? നിങ്ങളുടെ അച്ഛൻ എന്തോ ചെറിയ അസുഖം. അയ്യോ അയ്യോ ചേട്ടാ, എന്റെ അച്ഛൻ അസുഖമാണെന്ന്. ഒന്ന് ഓടി വന്നേ. ചേച്ചി കിടന്ന് കൂവാനും മാത്രം ഒന്നുമില്ല. വിവരം കിട്ടിയുടൻ ഡോക്ടറും പ്രകാശ് സാറും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒന്ന് വേഗം എണീറ്റ് വാ ചേട്ടാ. ഒന്ന് പെട്ടെന്ന്. എന്താ പെണ്ണേ? അച്ഛന് വയ്യെന്ന്. ഞങ്ങൾക്ക് അങ്ങോട്ട് പുറപ്പെട്ടാലോ? അതൊന്നും വേണ്ടെന്നേ, കൂടുതലൊന്നുമില്ല. ദീപവും പ്രകാശ് സാറിന്റെ മൊബൈലിൽ വിളിച്ചിരുന്നു. ആ, നീ വിഷമിക്കാതെ. ഞാനൊന്ന് അളിയനെ വിളിച്ചു നോക്കാം. ഹലോ, ആ അളിയ, ഇത് രത്നാകരനാ. അമ്മാവനെന്താ അളിയ പ്രശ്നം? ഓ, അത് ശരി. അത് സാരമില്ല, ഞങ്ങളേ കുറച്ച് കഴിഞ്ഞോട്ട് വരാം. ഓക്കെ. ആ ആ ആ ആ ശരി ശരി. ചേട്ടൻ എന്താ പറഞ്ഞേ? ഓ, സാരമില്ലെന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛൻ എന്താ അസുഖം? ഓ, നീ പേടിക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ലടി. എങ്കിൽ ഞാൻ ബാങ്കിൽ വിളിച്ച് ലീവിന് പറയാം. ഇപ്പൊ സന്തോഷമായല്ലോ. ഇത് പണ്ടാരണ്ട് പറഞ്ഞോല, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. എൻ്റെ കാലൊന്ന് ഇടറിയാൻ ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മോനെ? അച്ഛനത് പറയാം. വയ്യാന്ന് കേട്ടിട്ട് ഞങ്ങൾക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? മനസ്സുണ്ടായിട്ടല്ല അച്ഛനെ അവിടെ ഇട്ടിട്ട് പോകുന്നത്. മൽപ്പിനി ആയിരിക്കും. ആ, പത്നിയാ. ഓ ദൈവമേ, ഇനി എത്ര നാളത്തെ വനവാസമായിരിക്കും. നത്തിങ് ടു വറി. എന്നാലും സൂക്ഷിക്കണമെന്നാ കൈമൾ സാറിന്റെ ഒപ്പീനിയൻ. ഡോക്ടർ കൈമൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ
ഇത്തിരി സൂക്ഷിക്കുക തന്നെ വേണം. പിന്നെ സൂക്ഷിക്കാൻ എന്താ വേണം. പത്മിനി അച്ഛൻ്റെ അസുഖം? അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു ക്ലോട്ട്. അതങ്ങ് പോയി, ഡസൻ മാറ്റർ. അല്ല, ഡസൻ മാറ്റർ. രോഗം വലുതോ ചെറുതോ എന്നുള്ള അല്ല പ്രശ്നം. തൽക്കാലം അച്ഛൻ ഇവിടെ നിന്നാൽ മതി. ദാറ്റ്സ് ഗുഡ്. ഒരു എമർജൻസി വന്നാലും സിറ്റിയിലാണല്ലോ നല്ലത്. അത് ശരിയാ. ഡോക്ടർ കൈമളിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും പത്മിനിയുടെ ശ്രദ്ധ കൂടി ഉണ്ടാകാൻ നല്ലതാണ്. ഏതായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയ തന്നെ വലിയ പിന്നെ ഭാഗ്യം. നിങ്ങളുടെ ഭാഗ്യം. സോറി ഡിയർ, 6 മണി വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. സോറി പറഞ്ഞില്ലേ? ഏതായാലും 10 മിനിറ്റ് കൂടി ക്ഷമിക്ക്. ക്ലോക്കിൽ 6 മണിയൊന്ന് അടിച്ചോട്ടെ, ഞാനങ്ങ് എത്തി. ആ, എവിടെ നമ്മൾ നിർത്തിയത്? Alcohol destroys the cells in the liver. Gradually, the liver stops functioning. This condition is called cirrhosis. യെസ്. കണ്ടിന്യൂ. Alcohol may also cause inflammation of liver, which is called hepatitis. ഇന്ന് ഇത്രയും മതി. ഹലോ, സ്റ്റാച്യുവിലോ? ഞാനിതാ പുറപ്പെട്ടു. ശരി ശരി, ഇനി വിളിക്കണ്ട. അല്ല, വിളിക്കണ്ടെന്ന് പറയണ്ട, ഒരാളവിടെ കാത്തിരിക്കുകയല്ലേ. പക്ഷെ 5 മുതൽ 6 വരെ എൻ്റെ കുഞ്ഞിൻ്റെ ട്യൂഷൻ ടൈമാണ്. ആ സമയത്ത് മേലായി കുന്നൊരാളെ ശ്രദ്ധിക്കരുത്. അധ്യാപനം ഒരു തൊഴിൽ മാത്രമല്ല, അതിൽ കലയും സംസ്കാരവും ഉണ്ട്. തൊഴിൽ കൊണ്ട് ഞാനൊരു അധ്യാപകനായിരുന്നു. അതിനേക്കാളേറെ ഞാൻ ഇഷ്ടപ്പെട്ടത് കൃഷിയായിരുന്നു. പക്ഷേ എന്നുവെച്ച് ഒരു കാര്യം സാറ് മനസ്സിലാക്കേണ്ടത്, റിട്ടയർ ചെയ്യുന്നവരെ ഒരു പീരീഡ് പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരിക്കലും തൊഴിലിനെ ബാധിക്കരുത്. സാറ് ചെറുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പോയിക്കോളൂ. കൂട്ടലും കിഴിക്കലും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലേ മോനെ? ഒരു ജോലി ചെയ്യുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ലെങ്കിലേ മനസ്സിനെ കുറച്ച് നേരം അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കുക. ഇല്ലെങ്കിൽ തെറ്റുകൾ അങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ വന്ന് കഞ്ഞി കുടിച്ചേ. ഓ, 8:30 മുമ്പ് കിടക്കേണ്ടതല്ലേ? എന്താ മോളെ കിടന്ന് വേളം വെക്കുന്നത്? അച്ഛാ, സമയം എത്രയാന്ന വിചാരം? 8:30 അതിനെന്താ? കിടക്കണ്ടേ? ആ, കിടക്കുന്ന കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ ട്യൂഷൻ മാഷ് ആളൊരു തരികിടയല്ലേ? അയ്യോ, എൻട്രൻസ് കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാ. ഞാൻ എത്ര ശ്രമിച്ചിട്ടാണെന്നറിയാം അയാൾ ദീപുവിനെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ഏറ്റത്. ആഹാ. എന്നാ അയാൾ ഇനി വരണമെന്നുണ്ടോ? അതെന്താ അച്ഛാ? അല്ല, വിശ്രമിക്കുകയാണെന്നും പറഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ ചൊറിയും കുത്തി ഇരിക്കുകയാണല്ലോ. പഴയ വാദ്യാരായതുകൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത്. ഒരു +2കാരന് ട്യൂഷൻ എടുക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അയ്യോ, അച്ഛൻ ട്യൂഷൻ എടുക്കാനോ? എന്താ? ഒന്നും വേണ്ട. എന്നിട്ട് വേണം ഇനി രോഗം കൂടാൻ. ആർക്ക്? അച്ഛന്. അത് ശരിയാകത്തില്ല അച്ഛാ. അച്ഛൻ ട്യൂഷൻ എടുക്കുകയൊന്നും വേണ്ട. സമാധാനമായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞാൽ മതി. ടീച്ചിങ്ങും ടെൻഷനും അയ്യോ വേണ്ടായേ. പ്രകാശേട്ടാ, ഏ ഒരു ഗർഭിണി ബ്ലീഡിംഗ് ആയി വന്നിട്ടുണ്ട്. ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിരുന്നു. നീ എന്ത് പറഞ്ഞു? ഞാൻ ഡോക്ടർ സുഷമയെ വിളിക്കാൻ പറഞ്ഞു. അല്ല, അച്ഛനിവിടെ ഉള്ളിടത്തോളം കാലം രാത്രി 8 മണി കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ലെന്ന് ഞാൻ തരകൻ സാറിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. അത് മതി. അതിന് സൗകര്യം ഇല്ലെങ്കിൽ അങ്ങ് റിസൈൻ ചെയ്തേരെ. ആ, മക്കളെ, ഇത്ര സ്വാർത്ഥരാകരുത്. അത് ഞാൻ കാരണം.
തൊഴിലിൻ്റെ മഹത്വമൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്പം മനുഷ്യത്വം കാണിച്ചൂടെ? ഒരു ഗർഭിണി ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് എന്നെ പരിചരിക്കാമെന്ന് പറഞ്ഞില്ലേ മോളവിടെ നിൽക്കുന്നത്? അതിന് മാത്രം എന്ത് രോഗമാണ് എനിക്കുള്ളത്? മോള് പോണം, ചെന്നാൽ സ്ത്രീയെ രക്ഷിക്കണം. ഇനി അതിനിടയ്ക്ക് ഞാനങ്ങ് ചത്തുപോയെന്ന് വിചാരിച്ചു, സാരമില്ല. ദേ, അത് മാത്രമല്ല, മോള് പോകാമെന്ന് സമ്മതിച്ചാലല്ലാതെ കഞ്ഞിയെന്നല്ല പച്ച വെള്ളം ഞാൻ ഇവിടുന്ന് കഴിക്കുകയല്ല, പറഞ്ഞേക്കാം. പോവോ? ശരി അച്ഛാ. ആ, എന്നാൽ അവിടെ ഒറ്റയ്ക്ക് പോകണ്ട, നീ ഇവിടെ ചെല്ല്. ശരി അച്ഛാ. ആ, എങ്കിൽ കഞ്ഞി വിളമ്പ്. ഹാ, കഞ്ഞിയൊക്കെ പിന്നെ കുടിക്കടാ. ആ സ്ത്രീയെ രക്ഷിക്കാൻ നോക്ക്. വിളിച്ചിട്ട് പോകുമ്പോളെ അവനെ. ഓ, ഇത്ര ഉണ്ട് വയറ്. ഇനി എന്നത്തെ എവിടെ ചെല്ലാനാ? പോയിച്ചു വാടാ. വാ. ഇനി കള പറിച്ചില്ല, മൂട് കളച്ചില്ല എന്നൊന്നും മേല പറഞ്ഞേക്കരുത്. വേഗം പൂക്കാനും കഴിക്കാനും ഒക്കെ നോക്കണം. എന്നിട്ട് വേണം ഇവിടെ മുഴുവൻ ഇത് പറിച്ച് നടാൻ എനിക്ക്. നാട്ടിലായിരുന്നു ഞാൻ കാണിച്ചെന്നനെ. നഗരത്തിലായി പോയത് നിൻ്റെയൊക്കെ ഭാഗ്യം. 100 പുഷ്പങ്ങൾ വിരിയട്ടെ. 1 മാസം സമയം തരാം. അതിനാൻ പൂടാൻ ഭാവം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ അച്ഛ, പേടിച്ചു പോയല്ലോ. അച്ഛൻ എന്താ ഈ കാണിക്കണേ? അച്ഛൻ എൻ്റെ കാര്യം വിട്ടോളൂ, പക്ഷേ മകൻ ഒരു പേര് കേട്ട സയന്റിസ്റ്റ് എന്നുള്ള കാര്യം മറക്കരുതായിരുന്നു. അതിനെന്താ, ഡോക്ടറെ ശാസ്ത്രകാരൻ്റെ അച്ഛനും മണ്ണി കളിക്കാൻ പാടില്ലേ? പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അച്ഛൻ ഇതൊന്നും ചെയ്യണ്ട. അതെന്താണെന്നേ? എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ? ആയിരിക്കാം, പക്ഷേ ഇവിടെ അച്ഛൻ ഇതൊന്നും ചെയ്യരുത്. വന്നേ, അച്ഛൻ ചെന്ന് റെസ്റ്റ് എടുക്ക്. ഓ, ഇക്കണക്കിന് അധികം വൈകാതെ ഞാനൊരു മാറാരോഗിയായി തീരും. ആ, എന്തെങ്കിലും ആയിട്ട് നടക്കട്ടെ. കേട്ടോ സുഭദ്രാമ്മേ, ഞാനേ ഒന്നും ചെയ്യാൻ പിള്ളേർ സമ്മതിക്കുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും അരുത്, അതരുത്, ഇതരുത്. അടുത്തിടോ. നിനക്ക് ഓർമ്മയുള്ളതല്ല, ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ദിവസവും ഒരു 3 മണിക്കൂറെങ്കിലും കിളയ്ക്കുമായിരുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാലും അങ്ങനെ തന്നെയായിരുന്നു. അധ്വാനമില്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പോൾ വിശ്രമിച്ചോളാനാണ് പറയുന്നത്. ഈ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ? എന്ന് വെച്ചാൽ മരിക്കുക. ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? സജീവമല്ലേ? പക്ഷെ അങ്ങനെയാകാൻ നമ്മുടെ മക്കൾ സമ്മതിക്കുന്നില്ല. സ്നേഹക്കുള്ളുണ്ടായിരിക്കും അല്ലേ? ആ, പോട്ടെ. നാലും മടുത്തിടൂ. ആ, എടാ മോനെ, നിനക്ക് ആ അമ്മണിയാനുള്ള ഫോൺ നമ്പർ അറിയോ? അറിയാം. എന്താണിപ്പോ ഇത്ര അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അവരെ ഒന്ന് വിളിച്ച് വരുത്തണം. ഇവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്കറിയണം. ഗ്രാൻഡ് പാ പിണക്കമാണോ? ഓ, വെറുതെ ഇരുന്ന് മേല് ധരിച്ചിട്ടാ ഞാൻ ആ പുറത്തിറങ്ങി തോട്ടത്തിലെ പുല്ലൊക്കെ ഒന്ന് പറിച്ചത്. അപ്പം തുടങ്ങി സ്റ്റാറ്റസിന്റെ പ്രശ്നം. ഞാൻ മേലനങ്ങാതെ ഇതിനകത്തിരുന്ന് പൂതലിച്ച് ഒരു രോഗിയായാലും സാരമില്ല, നിന്റെയൊക്കെ സ്റ്റാറ്റസിന് കോട്ടം നെട്ടായിരുന്നാ മതിയല്ലോ. ഇവിടെ ആരും ആ വക പണികളൊന്നും തന്നെ ചെയ്യാറില്ല. ഒക്കെ പണിക്കാരെ വെച്ചാ ചെയ്യിക്കുന്നേ. ആ, ഒരു പണിക്കാരനെ തനി നിറ ഞാനിപ്പോ കണ്ട്. 101 തവണ തുണി അഴിച്ചു കൊടുക്കും, വലിയൊരു കൊട്ട് വീടിയും വലിച്ചു തീർക്കും. പോകാൻ നേരത്തെ 200 രൂപയും. ആകെ കളിക്കാനുള്ളതോ ഇത്രയും ചെറിയ മുറത്തിന്റെ വലിപ്പമുള്ള പറമ്പും. അതിന് തന്നെ ആളെ കിട്ടാൻ വലിയ പാടാ. ഇതേ പട്ടണവാ. ആ, പട്ടണത്തിലൊക്കെ ആൾക്കാർക്ക് കാശ് വെറുതെ കിട്ടുമായിരിക്കും അല്ലേ? ഓ, പിശുക്കൻ. ഗ്രാൻഡ് പാ ഇതിലൊന്നും ഇടപെടാൻ പോകണ്ട. പിശുക്ക നിന്റെ അമ്മയുടെ. ഹലോ, ആരാ? ഹലോ, അമ്മിണിയാ ചേട്ടാ. ആ, നീയാണോ? അളിയൻ എന്തെടുക്കുക? എണീറ്റിട്ടില്ല.
മൂപ്പർക്ക് എപ്പോഴും ഉറങ്ങണമെന്നല്ലാതെ വേറെ ചിന്തയൊന്നും ഇല്ലല്ലോ. അതൊക്കെ പോട്ടമ്മണി, എല്ലാം നേരെ ആയിക്കോളും. ഇപ്പോൾ ഇച്ചിരി അലമ്പ് കാണിക്കുന്നുണ്ടെങ്കിലും അളിയൻ ഉത്തരവാദിത്വ ബോധമൊക്കെ വരും പെങ്ങളെ. ഈശ്വരൻ നിന്നെ അങ്ങനെ അങ്ങ് കൈയൊഴിയുമോ? ആ പിന്നൊരു കാര്യം അമ്മണി, ഞങ്ങൾ മറ്റന്നാൾ മൂകാംബിക്ക് പോവുകയാണ്. ആ ടിക്കറ്റ് എടുത്തോ? കഴിഞ്ഞ മാസമേ ബുക്ക് ചെയ്തതാ. അച്ഛനെ അന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോവില്ലേ? എങ്കിൽ നാളെ ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് വരാം. പത്മിനി ആശുപത്രി പോയതാവൂല്ലേ? അതെ, അവൾക്കിന്ന് ഡേ ഡ്യൂട്ടിയാ. ദീപു മോനെ കൊണ്ടുപോകണുണ്ടോ? അല്ലാതെ പറ്റുമോ? മോനൊരു എസ്കർഷ മൂടില്ല, കൊണ്ടുപോയില്ലെങ്കിൽ ആകെ ബഹളമായിരിക്കും. ആ മോനിവിടെ നിർത്തില്ലല്ലോ. അതെങ്ങനെയാ? എനിക്കും മക്കളെ വളർത്തി അത്ര പരിചയമില്ലല്ലോ അല്ലേ ഏട്ടാ? ആ നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാനോ പത്മിനിയോ നിന്നോട് ഇതുവരെ എൻ്റെ നിന്റെ എന്ന വിധം പെരുമാറിയിട്ടുണ്ടോ? ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ടിക്കറ്റ് എടുത്ത സ്ഥിതിക്ക് ദീപു മോനെ കൊണ്ടുപോയിക്കോളൂ. പക്ഷേ മോനെ 4-5 ദിവസത്തേക്കാണെങ്കിലും പൊന്നുപോലെ നോക്കാൻ അവൻ്റെ അമ്മായിക്ക് കഴിയും എന്ന് പറഞ്ഞതാ പ്രകാശേട്ടാ. എൻ്റെ അമ്മണി, നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്ന വലിയ കഷ്ടമാണ്. ആ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കാൻ വലിയ സന്തോഷം കാണുമല്ലേ? അതെ, ഇനി കുറച്ച് ദിവസം അമ്മണിയുടെ അവിടെ പോകണമെന്ന് പറയുന്നത് കേട്ടു. ആ പറഞ്ഞിരുന്നോ? അപ്പോഴേ അച്ഛൻ ഇവിടെ നിൽക്കുന്ന തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ്. അച്ഛൻ്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സിപ്പോഴും അങ്ങ് നാട്ടില. ഫ്ലാറ്റിലെ ജീവിതം പിടിക്കുവോ എന്തോ. ആ ചേട്ടൻ ഉണരട്ടെ, ഞാൻ പറഞ്ഞോളാം. ശരി. ഗ്രാൻഡ്പാ സൂപ്പ് മാത്രമേ കഴിച്ചോളൂ? ജാ, അയ്യോ, സൂപ്പ് മാത്രമേ കഴിച്ചോളൂ? വേറെ എന്താ കഴിക്കാനടാ? ചിക്കൻ, മട്ടൻ, വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിക്കാൻ നിന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചിട്ട് വേണ്ടേ? അത് അച്ഛന് നന്നല്ലാത്തോണ്ടല്ലേ വേണ്ടാന്ന് പറഞ്ഞത്. ആ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ അത്താഴം ഒരു തക്കാളി സൂപ്പിലങ്ങ് ഒതുക്കി. സാരില്ല, വീട്ടിൽ ചെന്നാ കഞ്ഞി തരാം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാ പോന്നത്. ആ നമ്മള് കഞ്ഞിയായി പോയി. എന്താണ് ഇവിടെ ഒരു ക്രമപ്രശ്നം? ഒന്നുമില്ല, പട്ടണത്തിലെ ചില വിവരം കേട്ട ആൾക്കാരെ കുറിച്ച് പറയുമായിരുന്നു. എന്താണ് അച്ഛാ? എടാ, പട്ടണത്തിനകത്ത് വീടുണ്ടെങ്കിലും ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ പുറത്തു പോയി ആരും കഴിച്ചെങ്കിലല്ലേ നിനക്കൊക്കെ വയറ് നിറയുള്ളൂ. അച്ഛാ, എല്ലാ വീക്കെൻഡുകളിലും മുടങ്ങാതെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന എത്ര ഫാമിലീസ് ഉണ്ടെന്ന് അറിയാവോ? ആഹാ, അതെ. അപ്പൊ അതിനൊക്കെ അനുഭവം കിട്ടുന്നുണ്ടല്ലോ. എന്റെ അച്ഛാ, പാഴ്സൽ മേടിച്ച് വീട്ടിൽ വെച്ച് കഴിക്കുന്നവരും ഉണ്ട്. എടീ, അതുകൊണ്ടാണ് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ആശുപത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ നിനക്കൊക്കെ എന്തിനാടി MBBS? എന്റെ ദൈവം, ഈ അച്ഛൻ്റെ ഒരു കാര്യം. അയ്യോ, അയ്യോ അച്ഛ, അച്ഛൻ ഛർദിക്കുന്നുണ്ടല്ലോ. എന്താ പറ്റിയേ? ടൊമാറ്റോ സൂപ്പ് പിടിച്ചു കാണത്തില്ല. അച്ഛൻ ചെന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ മരുന്നെടുത്ത് തരാം. ഇത്തിരി വെള്ളം ഇങ്ങടാ. പെട്ടെന്നാവട്ടെ. ഓ, ഒന്നും സാരമില്ല മോളെ, ചെറിയ മനമറിച്ചില്ല, അത്രേ ഉള്ളൂ. അകത്തേക്ക് വാച്ച, ഞാൻ മരുന്നെടുത്ത് തരാം. ഓ, മരുന്നൊന്നും വേണ്ട മോളെ, ഇതൊരു രോഗമൊന്നുമല്ല. വയറിന് പിടിക്കാത്തത് അകത്തേക്ക് എന്നാൽ പുറത്തേക്ക് തള്ളും. എനിക്ക് പിടിക്കാത്തത് എന്തോ അകത്തേക്ക് ചെന്നു പുറത്തേക്ക് പോയി, അത്രേ ഉള്ളൂ. എന്നാലും അതല്ല അച്ഛാ. ഇതാ അച്ഛാ. മുമ്പൊക്കെ ഇതുപോലെ വല്ലതും വന്നാൽ നിങ്ങളുടെ അമ്മ ഒരു സൂത്രപ്രയോഗം ചെയ്യും. തുളസിയിലയും മല്ലിയും. ഓ, എന്നാ എരിവാന്നറിയോ, ഇപ്പോഴും വായിലങ്ങ് എരിയ. ഏതായാലും അച്ഛൻ ഇവിടെ നിൽക്കണ്ട, നല്ല മഞ്ഞുണ്ട്. ഇനിയും പനിയും ജലദോഷം ഒന്നും പിടിപ്പിക്കണ്ട ഇവിടെ നിന്നിട്ട്. വാ. കണ്ടോ, ഇതാ കുഴപ്പം. മഞ്ഞ് പറ്റില്ല, മഴ പറ്റില്ല, വെയിൽ തീരെ പിടിക്കില്ല, പ്രകൃതിയെ തന്നെ പേടി. പിന്നെ എങ്ങനെയാ മനുഷ്യൻ രോഗം വരാതിരിക്കുന്നത്? നീ ഈ കുഴല് കുന്തോ തോളായിട്ട് നടക്കുന്നത് എന്താ? അച്ഛനൊന്ന് അകത്തേക്ക് വന്നേ, വാ. ഓ, മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാതെ 2-3 പ്രേതങ്ങൾ. പതുക്കെ.
ഇതാ ഇപ്പൊ നന്നായത്. കൊച്ചു പിള്ളേര് തല തോർത്തി ഇതിനേക്കാൾ നന്നായിരിക്കും. മുടി അപ്പടി വെള്ളം വന്നല്ലോ. ആ ചുമ്മാ ചുമ്മാ ഇരിക്കും സുഭദ്രേ. വല്ല ജലദോഷം വന്ന് കിടപ്പിലായാലോ? ഇത്തിരി പുളിക്കും. മഞ്ഞെന്നും മഴയൊന്നും ഇല്ലാതെ വെളുപ്പിനെ എഴുന്നേറ്റ് പൂട്ടാൻ പോകുന്ന എനിക്കാ ജലദോഷം. പൂവാമ്പരടി. മൂടിയുടെ ശൈലി കളഞ്ഞു. ദീനം പിടിച്ചു അല്ലേ? സാരമില്ല, ഇച്ചിരി കഷായോ ഇതങ്ങ് കുടിച്ചാട്ടെ. ദീനം പോയ വഴി കാണിയല്ല. ഇതങ്ങോട്ട് കുടിച്ചാട്ടെ. എഴുന്നേക്ക്. പതുക്കെ ഉറങ്ങിക്കോ. സുഭദ്രാമേ, സുഭദ്രാമോ, എന്തോ? അങ്ങോട്ട് എണീക്ക്. പുലർന്നു. ഇത്തിരി കൂടെ അവിടെ കിടന്നേ. കൊയ്ത്തും കിളയും ഒന്നും ഉള്ള ദിവസം അല്ലല്ലോ. അതെന്ന് വിചാരിച്ച് ശീലം മാറ്റാൻ പറ്റുമോ? താനങ്ങ് എണീക്ക്. ശീലം. ഇവറ്റകൾക്കൊക്കെ നേരം പുലരുന്നത് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാവുന്നോ ആവോ? ദാ വരുന്നടാ മക്കളെ, എഴുന്നേര്. ശരി. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടട. എടാ മോനെ, നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്തിടാ? അവര് മോളിരുന്ന് പെട്ടി ഒരുക്കുക. പെട്ടി ഒരുക്കുന്നു? ഇവരിത് എങ്ങോട്ടുള്ള യാത്രയാ? അച്ഛാ, കഞ്ഞി കുടിക്കാം. അല്ല, ഈ ദീപമോൻ പറഞ്ഞു നിങ്ങൾ നാളെ എവിടെയോ യാത്ര പോകുന്നു. ഞങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നില്ലേ അച്ഛാ, മൂകാംബിക്കൊരു യാത്ര. മൂകാംബിക? ആ, മൂകാംബികയ്ക്കാകുമ്പോൾ എനിക്കും വരായിരുന്നല്ലോ. എന്താ ആരും എന്നോട് പറയായിരുന്നു? അച്ഛാ, അത് കഴിഞ്ഞ മാസമേ ടിക്കറ്റ് റിസർവ് ചെയ്തതാ. അല്ലെങ്കിലും അച്ഛൻ എങ്ങനെ അത്ര ദൂരം യാത്ര ചെയ്യണത്? എന്താ യാത്ര ചെയ്താൽ? അത് ഇപ്പോൾ ഒരു ദൂരയാത്ര അച്ഛന് പാടില്ല, അതുകൊണ്ടാ. വയ്യാതിരിക്കുമ്പോൾ ആവശ്യമില്ലാത്തൊരു യാത്ര കൂടി ചെയ്ത് വെറുതെ പൊല്ലാപ്പുണ്ടാക്കല്ലേ അച്ഛാ. കാറെടുക്കാമായിരുന്നു, പക്ഷെ അത്ര ദൂരം ഓടിക്കുന്ന കാര്യം ഓർത്തിട്ടാ. അച്ഛനെ ഞങ്ങൾ കുറച്ച് ദിവസം അമ്മണിയുടെ അവിടെ നിർത്താമെന്ന് വിചാരിക്കുക. വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം. വീട്ടിൽ പോവാനോ?
നല്ല കാര്യമായി. ഡോക്ടർ കൈമള് പ്രത്യേകം പറഞ്ഞിരിക്കാം അച്ഛന് ഫുൾ റെസ്റ്റ് വേണമെന്ന്. അതെ, അമ്മണിയുടെ അവിടെ ആകുമ്പോൾ ഹോസ്പിറ്റലും അടുത്താ. ആ ആ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ ഈ യാത്ര മാറ്റിവെക്കേണ്ടതെന്ന് തന്നെ തീരുമാനിച്ചത്. മാത്രമല്ല അച്ഛാ, ദീപുവിന് ആനുവൽ എക്സാം വരിക. അല്ലെങ്കിലും ഏതൊരു കാര്യം ഒരിക്കൽ മാറ്റിവെച്ചാൽ പിന്നെ അതങ്ങ് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ ശരി ശരി, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഞാൻ തടസ്സം നിൽക്കുന്നില്ല. ഞാൻ ഏത് നരകത്തിലേക്ക് വേണേലും പോയിക്കോളാം. അമ്മാവ് ഞാനങ്ങോട്ട്. കോടതിയിലേക്കായിരിക്കും. അതെ. സിവിലോ ക്രിമിനലോ? ക്രിമിനൽ. സിവിൽ എന്നതാ, ഒന്നിലും അല്ല അതിൽ തർക്കം, അല്ലെങ്കിൽ വഴി പ്രശ്നം. ആ വക ചീള് കേസുകളൊന്നും ഞാൻ എടുക്കാറില്ല അമ്മാവ. ആ പിന്നെ എടി അമ്മണിയേ, നീ വേഗം വരുന്നുണ്ടേ ഞാൻ നിന്നെ ബാങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. വരുന്നുണ്ടോ നീ? ആ ദാ വരുന്നു. രത്നേട്ടൻ ചെന്ന് കാറിൽ കയറുമ്പോഴത്തേക്ക് ഞാൻ എത്തിക്കോളാം. എന്നാ ഞാൻ അച്ഛാ, ഊണ് വിളമ്പി അടച്ചു വെച്ചിട്ടുണ്ട്. മോരുകറി മാത്രമേ കൂട്ടാളൂ. പഴുതോട്ടുണ്ട്. ആ പപ്പടം മുളക് ചമ്മന്തി ഒന്നും എടുത്ത് കഴിച്ചേക്കില്ല. അതാ പണിക്കാരി പെണ്ണിനുള്ളതാ. അച്ഛൻ അതൊന്നും കഴിക്കാൻ പാടില്ല. ഉഫ്. ആ പിന്നെ ആക്രിക്കാരന് പിരിവാരും വന്ന് ബെല്ലടിക്കും. തുറക്കണ്ട, ആര് വിളിച്ചാലും തുറക്കണ്ട കേട്ടോ അച്ഛാ. ആ അതെ, അപ്പൊ ഏതോ ഒരു പെണ്ണ് അടുക്കള വേലയ്ക്ക് വരുമെന്ന് പറഞ്ഞ്. അയ്യോ, ഞാനതൊക്കെ മറന്നുപോയി. അവള് വന്നാൽ മാത്രം അകത്ത് കയറ്റിയാൽ മതി. ആ പിന്നെ അവളെങ്ങനെ അച്ഛൻ വേലക്കാരത്തുനിന്നോ പണിക്കാരത്തുനിന്നോ വിളിച്ചു പോവരുത്. അതെന്താ, അവൾ അടുക്കള വേലയ്ക്ക് വരുന്നവളല്ലേ? തന്നെ, പക്ഷെ ഹൗസ് മെയ്ഡിനെ പറയാവൂ. ഓ, ഹൗസ് മെയ്ഡ്. എന്ത് ഭണ്ടാരങ്ങളാട്ടെ, അവക്കൊരു പേരുണ്ടാവുമല്ലോ. ആ ഉണ്ട്, സരസ്വതി. പേര് വിളിക്കണമെങ്കിൽ സരസ്വതിയെ വിളിക്കാവൂ. ആഹാ, അപ്പൊ സരസ്വതി എന്ന് വിളിച്ചാലും കുഴപ്പമാണോ? ദൈവത്തിന്റെ പേര് വിളിച്ചാലും കുഴപ്പമാണ്. ഒക്കെ പ്രശ്നം അച്ഛാ. ഇത് പട്ടണാ, എന്തിനാളെ കിട്ടാൻ വലിയ പാടാ. ആ അതാ, അപ്പൊ പൊരുവേലത്തുനിന്ന് വറചട്ടിയിലേക്കായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ അച്ഛാ, വാതിൽ കുറ്റിയിടണം. സരസു ബെല്ലടിച്ചാലും ജനലിൽ കൂടെ നോക്കിയിട്ട് തുറക്കാവൂ. ആ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. നീ പോ, ലവനോടെ കാത്തു നിൽക്കുക. ആര്? നിന്റെ കെട്ടിയോൻ. അവനേതാണ്ട് വലിയ ക്രിമിനൽ കേസ് ഏതാണ്ട്, അല്ല കേസ് വാദിക്കാനാ കേട്ടോ. എന്തോന്ന് ക്രിമിനൽ കേസ്? അതോടെ പാർട്ടിക്കാര് ചെറുക്കന്മാരുടെ വല്ല അടിപിടി കേസും ആയിരിക്കും. ആ ഇല്ലെങ്കിൽ അതേനോട്ടോ കോട്ടും കൗണും ധരിക്കുന്നേ. അതാ ഞാനും ആലോചിക്കുന്നേ. ആ വെറുതെ ഇരുന്ന് മുഷിമ്പ കിടന്നേക്കരുത്. ആദ്യം ഉറങ്ങണം നന്നല്ല. ആ പിന്നെ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അധികം മധുരം ഇടരുന്ന് സരസുനോട് പറയണം. പഞ്ചാര അച്ഛന് പാടില്ല. അച്ഛന് പ്രായമായിരിക്കാണ്, പഞ്ചാര പാടില്ലെന്നറിയാം. അനുവദനീയമായ വല്ലതും ഉണ്ടോ ഇങ്ങോട്ട് പറ. ഓ വരട്ടെ അച്ഛാ. ഓ ലവൻ അവിടെ നിന്ന് മുഷിഞ്ഞ് കഴിവേറി കാണും. നീ എന്താ ഇവിടെ? ഞാൻ വരുന്ന കാര്യം അമ്മണി ചേച്ചി പറഞ്ഞില്ലായിരുന്നോ? ഓ, ഹൗസ് മെയ്ഡ്. അപ്പൊ ഇവിടെ നീ തന്നെയാണോ? ഇവിടെ മാത്രമല്ല, വേറെ 3-4 ഉണ്ട് സാറേ. ഓ അത് ശരി. അതാണ് അമ്മണി എന്തൊക്കെ പറഞ്ഞ അടുക്കളക്കാരി വരുന്നുണ്ടെന്ന്. അല്ല, ഹൗസ് മെയ്ഡ്. പേര് സരസ്വതി എന്നാണെന്നും പറഞ്ഞു. അല്ല, ആ സരസ്വതിയാണ് ഈ സരസ്വതി എന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓർക്കാൻ സാധ്യതയില്ല. കമലമ്മ, സരസ്വതി, കല്യാണി, കാർത്യായനി തുടങ്ങിയ പേരുകൾ എന്നും വേലക്കാർക്ക് മാറ്റിവെച്ചിട്ടുള്ളതാണല്ലോ. സരസ്വ മറ്റൊരാളാണെന്ന് സാർ ന്യായമായും വിചാരിച്ചു കാണും. പിന്നെ സരസ്വതി, അത് പഴയ വല്ല പരിചയക്കാരും ആയിരിക്കും. എൻ്റെ പൊന്നു കൊച്ചാ, ഞാനൊരു സീനിയർ സിറ്റിസൺ. ഓ, സീനിയർ സിറ്റിസൺമാരുടെ കാര്യമൊന്നും പറയണ്ട. നമുക്കറിയാം ബസ് യാത്ര ചെയ്യുമ്പോൾ. ദൈവമേ, സീനിയർ ആയിട്ടും കുഴപ്പമോ? എന്തൊരു സാധനോടാ. അച്ഛൻ നല്ല ആളാ. വാതിൽ കൊളുത്തിടാതെ ഇവിടെ ഒന്ന് കിടക്കുകയാണല്ലേ. ഓ,
രത്നാകരൻ ഇപ്പോഴാ അങ്ങോട്ട് ഇറങ്ങിയത്. മണി 5 കഴിഞ്ഞല്ലോ. നീ വരാറായെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ലേ. എന്നാൽ ഇത് നഗരമാണ്, എപ്പോഴെന്താന്നൊന്നും പറയാനൊക്കെയില്ല. ആരെ വിശ്വസിച്ചോടാ അച്ഛാ? കണ്ണെന്ന് തെറ്റിയ കിഡ്നി വരെ അടിച്ചു മാറ്റുന്ന പാർട്ടികളാ. അല്ല, ഈ രത്നാകരൻ എന്താ ജോലി? അയ്യോ, കിഡ്നി അടിച്ചു മാറ്റുന്ന ജോലിയൊന്നുമല്ല, വക്കീല. അത് മനസ്സിലായി. അവൻ ദിവസവും രാവിലെ കോടതിയിലേക്കെന്നും പറഞ്ഞ് പോവും. ഉടനെ തന്നെ മടങ്ങി വരും. ഇവനെന്താ കേസും വരുമാനമൊന്നും ഇല്ലാത്ത വക്കീലാണോ? വരുമാനം രത്നേട്ടന് പാർട്ടിയിൽ നല്ല ഹോൾഡാ അച്ഛാ. പൊളിറ്റിക്സ് അത്ര മോശമായ ഫീൽഡാണോ? എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ കണ്ട പൊളിറ്റീഷ്യന്മാരൊക്കെ ശുദ്ധഗതിക്കാരും കാലണയ്ക്ക് വരുമാനം ഇല്ലാത്തവരുമാണ്. ഓ, ഇത് നഗരമാണല്ലോ. ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാർക്കൊക്കെ നല്ല വെട്ടുമേനി ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അതച്ഛാ, മനസ്സിലായി. നിനക്ക് ബാങ്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ വിഷമമായനല്ലേ? അച്ഛൻ വന്നേ, ഞാൻ കാപ്പിട്ട് വരാം. ബാ അച്ഛ. എന്നെ മനസ്സിലായി. തൊട്ടടുത്ത വീട്ടുകാരനല്ലേ? ഐ ആം തോമസ് മാത്യു. ആ, യുവർ ഗുഡ് നെയിം പ്ലീസ്. ഗുഡും പാടും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു പേരേ ഉള്ളൂ, അത് അനന്തം പിള്ളേ. ഓ. അല്ല മാത്യു സാർ, ഇങ്ങനെ അങ്ങ് ചിരിക്കാനും മാത്രം ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഈ മിസ്റ്റർ പിള്ളേ, കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ കേരളത്തിലുള്ള കോളേജുകളിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് നടക്കുകയായിരുന്നു ഞാൻ. പക്ഷെ അന്നൊന്നും ഈ ഗുഡ് നൈം പ്ലേസിന്റെ പിറകെ ഇത്രത്തോളം ഒരു ചീത്തത്തരം ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നേ ഇല്ല. അയ്യോ, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ജോക്ക്. അപ്പൊ മാത്യു സാറ് വാദ്യരായിരുന്നല്ലേ? അങ്ങനെ കേവലം ഒരു പള്ളിക്കൂടം വാദ്യാരൊന്നും ആയിരുന്നില്ല, പ്രൊഫസറായിരുന്നു. ചുമ്മാ പ്രൊഫസറായിരുന്നു എന്ന് മാത്രം പറഞ്ഞാലും ശരിയാവില്ല. മഹാരാജാസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്നു. മിസ്റ്റർ പിള്ളേ, IG മുതൽ സാധാ പോലീസ് വരെ, തുക്കട കളക്ടർ മുതൽ കേന്ദ്രമന്ത്രി വരെ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ആ, അപ്പൊ എല്ലാ കള്ളന്മാരെയും പഠിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മഹാരാജാസിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അല്ല, അപ്പോ മാത്യു സാറിന് എന്ത് പ്രായമുണ്ട്? അത്രയൊന്നുമില്ല. അല്ല, ഈ പറഞ്ഞ പാർട്ടി സിനിമയിൽ വന്നിട്ട് 10-30 വർഷമായെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 10 വർഷം മുമ്പെങ്കിലും ആയിരിക്കണമല്ലോ മഹാരാജാസി പഠിച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മാത്യു സാറിൻ്റെ പ്രായം അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതായത് പല പല പ്രഗത്ഭരെയും ഞാൻ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്നേ. ഓ, അത് ശരിയായിരിക്കാം. പക്ഷേ ഈ പ്രഗത്ഭന്മാരെന്ന് പറഞ്ഞവരൊക്കെ ഈ താഴത്തെ ക്ലാസ്സിലേ ഞങ്ങൾ പാവപ്പെട്ട വാദ്യാരന്മാരാണ് പറ പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. കള്ളന്മാരെ പറയട്ടെ അവര് നിങ്ങളുടെ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വന്നതിന് ശേഷമാ കള്ളന്മാരായത്. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല കേട്ടോ. അതെ, വേറൊരു കാര്യമുണ്ട്. എന്താ? ഈ തറ പണിയാതെ പുര പണിയാൻ പറ്റുകയില്ല. ഓ, തറ പണിതിട്ട് എന്ത് കാര്യം? ഭൂമി ഒന്ന് കുലുങ്ങിയാ പോരെ? എങ്ങനെ ഇരിക്കും? ചമ്മന്തി പോലെ ആയി പോകും.
എന്തായി സരസു? ആയി വരുന്നു സാറേ. ആ സാറെന്താ ഇങ്ങനെ വെലിനെ പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്? ഓ, വേറെ എന്ത് ചെയ്യാനാ കൊച്ചേ? യോ, ഇനി കൊച്ചേന്ന് വിളിക്കോ? ഓ കുഴപ്പമില്ല. നേരെ ഒന്ന് പോയി കിട്ടണ്ടേ? അങ്ങനെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ സാറിന് എന്നെ ഒന്നും സഹായിച്ചൂടെ? സഹായിക്കായിരുന്നു, പക്ഷെ അതെൻ്റെ മക്കളറിഞ്ഞ് വല്ല പൊല്ലാപ്പോ ആയെങ്കിലോ? പൊല്ലാപ്പോ? അതെന്തിനാ? അല്ല, അവരൊക്കെ വലിയ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരല്ലേ, ചിലപ്പോൾ അവർക്ക് പിടിക്കാതെ വന്നാൽ എന്ത് ചെയ്യും? അല്ല, നീ ഒരു ദിവസം എത്ര വീട്ടിൽ പോകും? 4 അടുത്ത് പോകും. ഷൂ, ജീവിക്കണ്ടേ സാറേ? ശരിയാ. അടെ ഞാൻ എന്ത് സഹായം ചെയ്തിട്ടുണ്ടേ? ഓ അത്രയ്ക്ക് അധികം ഒന്നും സാർ ചെയ്തു തരണ്ട. ഇപ്പം തന്നെ മണി 3 കഴിഞ്ഞു. എനിക്കാണെങ്കിൽ 3:30 അന്നമ്മ കുര്യച്ചൻ്റെ വീട്ടിൽ പോകേണ്ടതുവാ. ഇനിയിപ്പോൾ ഒരുങ്ങി കെട്ടി അവിടെ ചെല്ലപ്പോൾ ഒരു വകയാവും. ഞാനേ കഞ്ഞി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പയർ അടുപ്പത്തിട്ടിട്ടുണ്ട്, കടു വറുത്തൊന്ന് വെച്ചേച്ചാ മതി. അത്രേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു. ഇത് അങ്ങോട്ട് തിരിഞ്ഞ അരുത്, ഇങ്ങോട്ട് പോയാൽ അയ്യോ അങ്ങോട്ട് പോകരുത്, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എൻ്റെ മക്കളെ, ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തിരിക്കുക. നിനക്കെങ്കിലും ഇങ്ങനൊരു സന്മനസ് ഉണ്ടായല്ലോ കൊച്ചേ, ഇതുപോലൊരു ജോലി എന്നെ ഏൽപ്പിക്കാൻ. ഞാൻ ഏറ്റു. താങ്ക്സ്. വെൽക്കം. അമ്മിണിയേ, എടി അമ്മിണിയേ. ഓ അയ്യോ, ചതിച്ചല്ലോ ഈശ്വര. ഞാൻ നിങ്ങൾ ബാങ്കിലെത്തും. ട്രഷറി ക്ലോസിംഗ് ലാസ്റ്റ് ഡേറ്റാ. കോടിക്കണക്കിന് രൂപയുടെ ഗവൺമെന്റ് ചെക്കുകളുടെ ക്ലിയറൻസ് ഉള്ള ദിവസാ. അയ്യോ, ട്രഷറി മണ്ണാങ്കട്ടയും ഒരു സൈക്കിൾ പോലും തരത്തിൽ ഇറങ്ങാൻ നോക്കിയില്ല. അപ്പോഴാണ് അവളുടെ ഒരു ബാങ്കും ക്ലിയറൻസും. എന്താ മോളെ, എന്താ പ്രശ്നം? എനിക്കിത് ബാങ്കിൽ പോകാൻ ഒക്കെയല്ല അച്ഛാ. ബാങ്കിലെന്നല്ല, ഒരീച്ച പോലും ഇന്ന് ഈ സിറ്റി വെളിയിൽ ഇറങ്ങില്ല. അതെന്താ? കർഫ്യൂ. വിഴിഞ്ഞത്തും കുഴിത്തറയിലും കഴക്കൂട്ടത്തും ഒക്കെയായി മനുഷ്യർ പരസ്പരം വെട്ടി മുന്നേറുകയല്ലേ. മനുഷ്യർ പരസ്പരം വെട്ടി മുന്നേറുന്നു? എന്തോടായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മാവനൊന്നും മനസ്സിലാകത്തില്ല. നേരാ, ഇത് നമ്മളെ ഓളങ്കര മൂലമല്ല അച്ഛാ, സിറ്റിയാ. കൊല്ലും കൊലയും തീവയ്പും ഒക്കെ ഇവിടെ നിത്യ സംഭവങ്ങളാ. ഓ ശരിയാണല്ലോ, സിറ്റിയാ, നരകം. കണ്ടില്ലേ, നഗരം. വല്ലാത്തൊരു വാക്കാണ് സാറേ ഈ നഗരം. ഒരു ഗ്രാമത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന ആൾക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തിത്വമില്ലായ്മയാണ് ഈ നഗരത്തിൻ്റെ ശാപം. ശരിയായിരിക്കും, പക്ഷെ തിരുവനന്തപുരം നഗരത്തിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പല പല ഗ്രാമങ്ങൾ കൂടുന്ന ഒരിടം. മിസ്റ്റർ പിള്ളേ, ഒരുപാട് കാലം ഞാൻ മകളുടെ കൂടെ ജർമ്മനിയിലായി. മടുത്തപ്പോൾ അവിടുന്ന് ഞാൻ മകൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോയി. ബന്ധുക്കളെയും കുടുംബത്തെയൊന്നും വിലമതിക്കാത്ത അവരുടെ സംസ്കാരത്തോട് എനിക്ക് മടുപ്പ് തോന്നി. എൻ്റെ ഗ്രാമത്തിലെ വായു ശ്വസിച്ച് മരിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കൊള്ളാം, ഗ്രാമത്തിൻ്റെ വായു ശ്വസിക്കാൻ വന്നു ചേർന്ന സ്ഥലം കൊള്ളാം. അത് ഈ 4 മതിലുകൾക്കുള്ളിൽ. എനിക്കിവിടെ വന്നിറങ്ങിയ നിമിഷം മടുത്തു. മിസ്റ്റർ പിള്ളയ്ക്കത് മനസ്സിലാവില്ല. ഒരിക്കലെങ്കിലും പുറം നാടുകളിൽ പോയി ജീവിച്ചാലേ നമ്മുടെ നാടിൻ്റെ സുഖം അറിയൂ. ഓ ശരിയായിരിക്കാം. ഗ്രാമത്തിൽ ഒന്നിനും പരിധിയില്ലല്ലോ, അവിടെ നിയന്ത്രണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? സ്വന്തം മുറിയുടെ ജനലിലെ പൊടിയൊന്ന് തൂത്താൽ ഡസ്റ്റ് അലർജിയാണ് പോലും. ഡസ്റ്റ് അലർജി 7-8 ഏക്കർ കൂട്ടുന്ന എനിക്ക് എവിടുന്നാ ഡസ്റ്റ് അലർജി? മക്കൾക്ക് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാകില്ല. ചിലപ്പോൾ അവിടെ മിഥ്യാബോധമായിരിക്കാം, അല്ലെങ്കിൽ ദുരഭിമാനം. എന്നെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല സാറേ. അങ്ങനെ പറയരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സോക്കേട് പിടിച്ച് കിടപ്പാകും. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. നമുക്ക് നാളെ മുതലേ എന്നൊരു മോർണിംഗ് യോഗനൊക്കെ പോയാലോ? ബെസ്റ്റ് ഐഡിയ. ഈ വാരി വലിച്ച് തിന്നും കുടിച്ചും എന്റെ ശരീരം പോലും എനിക്ക് വഴങ്ങാതെ. ഞാനത് പറയണമെന്ന് വിചാരിച്ചാ. അപ്പൊ അങ്ങനെ ആയിക്കട്ടെ, മോർണിംഗ് വാക്ക് തന്നെ ആയിക്കോളെ. എന്താ? അപ്പൊ ഞാൻ പറഞ്ഞേ, അതെ മോളോടെ കാത്തിരിക്കും. അതാ. അപ്പൊ ഞാൻ രാവിലെ 6 മണിക്ക് വന്ന് വിളിക്കും. ഓക്കെ, എന്തായാലും ഒരു മാറ്റം ആവശ്യമാണ്. അതാ
ശരി അമ്മേ. മിസ്റ്റർ പിള്ളേ, ആ ആ ഒന്നുമില്ല, പൊയ്ക്കോളൂ. നാളെ നടക്കുമ്പോൾ സംസാരിക്കാം. വെറുതെ സസ്പെൻസ് ആക്കാതെ പറയുന്നേ. നത്തിങ് സീരിയസ്, ഒന്നുമില്ലെന്നേ. ഓക്കെ, പൊയ്ക്കോളൂ. ബൈ. ബൈ. അച്ഛൻ ഇവിടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. പ്രകാശ് ചേട്ടനും കുടുംബം മൂകാംബികന്ന് മടങ്ങി വരുവോളോ അല്ലേ? അതുവരെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ ചേട്ടാ? ഓ, അതിൽ വലിയ കാര്യമൊന്നുമില്ല എൻ്റെ അമ്മണിയേ. ഞാൻ വല്ലപ്പോഴും അല്പം മിനുങ്ങുന്ന കാര്യം മൂപ്പർക്ക് അറിയാം. എന്തായാലും എൻ്റെ അമ്മാവനാണല്ലോ ആള്. അല്ലെങ്കിലും ഭാഗ്യമില്ലാത്തവളാ ഞാൻ. എത്രയോ സമ്പത്തുള്ള അച്ഛനമ്മമാരുടെ മകളായിട്ടും ഞാൻ ഇപ്പോഴും പകൽ അന്ത്യോളം അധ്വാനിക്കണം. ഭർത്താവായ നിങ്ങൾ ഇങ്ങനെയും. ഞാൻ എങ്ങനെയായെന്നാ? എന്താടി മിണ്ടാട്ടമില്ലേ? എനിക്കെന്താ ഒരു കുഴപ്പം? കുഴപ്പം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം ഉണ്ടായോ? മക്കളില്ലാത്ത എത്രയോ പേര് ജീവിക്കണം. ഞാനും അങ്ങനെ കരുതി സമാധാനിച്ചോളാം. പക്ഷെ നിങ്ങളിങ്ങനെ കുടുംബ വിചാരം ഇല്ലാതെ ജീവിക്കണ കാണുമ്പോഴാ എനിക്ക് സങ്കടം സഹിക്കാനാവാത്തത്. അമ്മണിയെ, എനിക്ക് കുടുംബവിചാരമില്ലെന്നാണോ നിന്റെ വിചാരം? പിന്നെ അത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കോടതി പോവാതെ കുടിച്ച് കൂത്താടി രാഷ്ട്രീയം കളിച്ച് നടക്കൂ. കൊള്ളാം, രാഷ്ട്രീയം കളി. നല്ല അസല് പ്രയോഗം. അതെ അമ്മണി, ഞാൻ രാഷ്ട്രീയം കളിക്കുക നേരാ. പക്ഷെ നീ നോക്കിക്കോ, ഈ കളി ഒരു ദിവസം ഞാൻ നേടും. ഗുലാനിറക്കി ഒരു വെട്ട് ഞാൻ വെട്ടും. നിയമപുസ്തകവും മറിച്ച് വക്കീലിൻ്റെ കസേരയിലിരുന്ന് മൂട്ടകടി കൊള്ളണമെന്ന് നീ പറയുന്ന ഞാൻ അന്ന് നിയമമന്ത്രിയുടെ കസേര ഞെളിഞ്ഞിരുന്ന് ഈ നാട് ഭരിക്കും. നിനക്കറിയാമോ? അച്ഛൻ ചെയ്ത വല്ലാത്ത മണ്ടത്തരമായിപ്പോയല്ലേ കുഞ്ഞെ. ഒറ്റ മോളല്ലേ, അന്യർക്ക് കൊടുക്കാൻ തോന്നിയില്ല. വല്ലവരും ആകുമ്പോൾ നോക്കിച്ചെങ്കിലും ഒന്ന് കരുതിയ സ്വന്തക്കാരൻ എന്നെ പിടിച്ചു കൊടുത്തു. പരസ്പരം അറിയാവുന്നവരാണല്ലോ എന്ന് ആശ്വസിച്ചു. പക്ഷേ അതിപ്പോ മോളച്ഛനെ ശപിക്കരുത്. അയ്യോ അച്ഛാ. അച്ഛാ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകില് കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന്. സാറ് മാത്യു സാർ. എന്ത് കഷ്ടം. തോമസ് മാത്യു സാർ. സാറേ, മാത്യു സാറേ. എന്താ സാറേ രാവിലെ മാത്യു സാറിന്റെ വാതിലിൽ മുട്ടുന്നത്? അല്ല, ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോവാന്നും പറഞ്ഞാ ഇന്നലെ പിരിഞ്ഞതേ. ഭയങ്കര ഓർക്ക. എന്നാ വിളിച്ചെന്നറിയോ? കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കുറ്റിയിട്ട് കാണില്ല, എൻ്റെ കയ്യിൽ വേറെ താക്കോലുണ്ട്. സാർ അന്ന് 10-11 മണി വരെ കിടന്നുറങ്ങും. ഞാൻ വന്ന് ഒരുവിധം പണി ഒതുക്കി കഴിയുമ്പോഴേ സാർ എഴുന്നേറ്റ് വരാറുള്ളൂ. സാർ ഒന്ന് മാറിക്കേ.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നല്ല ഉറക്കമായിരിക്കുമെന്ന്. മാത്യു സാറ് നല്ല പാർട്ടിയാ. ഷാർപ്പ് 6 മണിക്ക് നടക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് അടിച്ച് വീലായി കിടക്കുക അല്ലേ സാറേ? ഇങ്ങോട്ട് എഴുന്നേറ്റ്. നേരം വെളുത്ത സമയം എന്താണെന്നറിയോ? 6 മണിയൊക്കെ കഴിഞ്ഞ്. സാറേ ഇങ്ങോട്ട്. അത് ശരി, വെള്ളം ഇറങ്ങിയിട്ടില്ല. എന്തായി? ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കാൻ തന്നെയാണ് തീരുമാനം. ആ, സാറിന്റെ മകളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു കേട്ടോ. കിട്ടി. മോളി വിവരം നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ? പപ്പ മരിച്ചെന്ന് കേട്ട ഉടൻ അമേരിക്കയിൽ നിന്ന് റോയ് മെസ്സേജ് കൊടുത്തതാവല്ലോ. ജർമ്മനിയിൽ നിന്ന് 2 ദിവസത്തിനകം മോളിക്ക് നാട്ടിലെത്താൻ പറ്റും. റോയിയുടെ കാര്യമാണ് കൺഫേം അല്ലാത്തത്. അമേരിക്കയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ. സീസൺ ആയതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നോട്ട് എറ്റ് കൺഫേംഡ് ഇറ്റ് സീംസ്. വല്ലാത്ത കഷ്ടമായി പോയി. എന്തെല്ലാം സുഖസൗകര്യങ്ങളുള്ള ആളായിരുന്നു തോമസ് മാത്യു സർ. എന്നിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ 6 അടി മണ്ണിനു വേണ്ടി ആരുടെയൊക്കെ ഔദാര്യം കാത്ത് മോർച്ചറിൽ തണുത്ത് മരവിച്ച് കിടക്കണല്ലോ. എൻ്റെ ഈശ്വര. മക്കളുണ്ടായാലെന്ത്, ഇല്ലെങ്കിലെന്ത്? ഒരു അനാഥ ശവം കണക്കെയല്ലേ ഇവിടെ നിറക്കിക്കൊണ്ട് പോയത്. അമ്മണി, അമ്മാവൻ ഉറങ്ങിയോ? അച്ഛൻ വല്ലാണ്ട് ഡൗണായി. അതുകൊണ്ടായിരിക്കും നേരത്തെ കയറി കിടന്നു. വല്ലതും കഴിച്ചോടി? ഇല്ല, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ, എന്നാ നമുക്ക് പോയി കിടന്നുറങ്ങാം. ഒന്നുമില്ല, പൊയ്ക്കോളൂ. നാളെ നടക്കുമ്പോൾ സംസാരിക്കാം. എപ്പോ? എല്ലായിടത്തും അന്വേഷിച്ചോ? ആ, ഞങ്ങളിതാ എത്തി. പത്മിനി, പത്മിനി. എന്താ എന്താ പ്രകാശേട്ടാ? അച്ഛനെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? ആ. അച്ഛൻ എവിടെ പോവാനാ? അമ്മണി വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അവരന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടുന്നില്ലെന്ന്. ടെൻഷൻ ആവാതെ. അച്ഛൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ചിലപ്പോൾ മോർണിംഗ് വാക്കിന് പോയതാവാലോ. ഏതായാലും നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. ആ. ഞാൻ ഇപ്പം റെഡിയാവാം. അച്ഛാ, 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 അമ്മാവാ, അച്ഛാ, അച്ഛാ, അമ്മാവാ. ഇത് ഇവിടെ പോയി. അച്ഛാ, 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 അച്ഛാ.
അയ്യോ, ഈ അച്ഛൻ എവിടെ പോയി? അച്ഛാ അച്ഛാ, അച്ഛാ, ഈ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുക? അച്ഛാ, അച്ഛാ, വേണ്ട പ്രകാശേട്ടാ, വിളിക്കണ്ട. ഒരാൾക്ക് മക്കളുടെ സ്നേഹവും പരിചരണവും മാത്രം കിട്ടിയതുകൊണ്ടായില്ല. അവനവന്റെ മനഃശാന്തി കൂടി വളരെ വിലപ്പെട്ടതാണ്. ഇത്രയും കാലവും നമ്മുടെ സൗകര്യത്തിനൊപ്പിച്ച് അച്ഛനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. ഇനി അച്ഛന്റെ സൗകര്യത്തിനൊത്ത് നമുക്ക് മാറാൻ നോക്കാം. നേരാ, നമ്മുടെ വീടാണിത്. ഇത് അടഞ്ഞു കിടക്കാതിരിക്കാനും അച്ഛനെ പരിചരിക്കാനുമായിട്ട് നമുക്ക് മാറി മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. എന്താ?